ആപ്പിൾ ഫാൻസിന് ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇനി മുതൽ ആപ്പിൾ ഡിവൈസസിൽ പ്രൈവസി ഇല്ല. യെസ്, ആപ്പിളിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഡേറ്റ സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ആണ് ആപ്പിൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് സംഭവം എന്ന് വിശദമായിട്ട് നമ്മൾ നോക്കാം. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി വീഡിയോസിന്. അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആപ്പിളിന്റെ ഒരു ഹൈ ലെവൽ സെക്യൂരിറ്റി ഫീച്ചർ ആണ്. ഇത് പ്രത്യേകിച്ചും ഐക്ലൗഡ് ബാക്കപ്പുകൾ, നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, നോട്ട്സ്, മെസ്സേജസ് ഇതിനെല്ലാമുള്ള എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ADP യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ ഒരു മനുഷ്യനും കാണാനായിട്ട് പറ്റില്ല. ഈവൻ ആപ്പിളിന് പോലും നിങ്ങളുടെ ഡേറ്റ കാണാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്രയും നല്ല അഡ്വാൻസ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ UK ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് കാരണം ഡേറ്റ ഒന്നും തന്നെ ഗവൺമെന്റിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന്. ബേസിക്കലി UK ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ ആപ്പിൾ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണ്, എന്തെങ്കിലും ഫ്രോഡുലന്റ് അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഗവൺമെന്റിന് ട്രേസ് ചെയ്യാൻ പറ്റില്ല, ആപ്പിളിനും ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ സെക്യൂരിറ്റി ത്രെറ്റ് ആണെന്നും യൂസേഴ്സിന്റെ ഡേറ്റയിൽ ഒരു ബാക്ക് ഡോർ അഥവാ ഗവൺമെന്റിന് വേണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേണമെന്നും അതിന് തടസ്സം നിൽക്കുന്നത് ഈ ഒരു പ്രൈവസി അഥവാ അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളത് കൊണ്ട് അത് കളയണം എന്നാണ് കേസ്. ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ആക്ട് 2016 ആണ് UK ഗവൺമെന്റ് ആപ്പിളിനോട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടായത്. ഇത്തരത്തിൽ ഗവൺമെന്റ് യൂസറിന്റെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഏറ്റവും വലിയ ടാഗ്ലൈൻ ആയിട്ടുള്ള പ്രൈവസിക്ക് വലിയൊരു കേടുപാടുകൾ വരും എന്നുള്ളത് കൊണ്ട് ആപ്പിൾ ഈ ഒരു കാര്യത്തിന് ഒരുപാട് ഒപ്പോസ് ചെയ്യുന്നുണ്ടായി. ആപ്പിൾ പറയുന്നത് നമ്മൾ ഒരിക്കൽ പോലും ഒരു ബാക്ക് ഡോർ പണിയുകയില്ല, ഒരിക്കൽ പോലും ഒരു സീക്രട്ട് മാസ്റ്റർ കീ ഉണ്ടാക്കുകയില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യൂസേഴ്സിന്റെ ഡേറ്റയ്ക്ക് എന്ത് പ്രൈവസിയാണുള്ളത് എന്ന് പറഞ്ഞുവെങ്കിലും ലീഗൽ കോൺഫ്ലിക്ട്സ് വരും എന്ന് ഭയന്ന് ആപ്പിൾ അവരുടെ UKയിലുള്ള എല്ലാ യൂസേഴ്സിന്റെയും ഐക്ലൗഡിലുള്ള ഈ ഒരു അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ അഥവാ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കളഞ്ഞിരിക്കുകയാണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇനി മുതൽ കിട്ടാൻ വേണ്ടി യൂസേഴ്സ് തേർഡ് പാർട്ടി ആയിട്ടുള്ള എൻക്രിപ്റ്റേഴ്സും VPNസും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഇത്തരത്തിൽ മറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്യുന്നതും ലീഗൽ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് UKയിലുള്ള അതോറിറ്റീസ് എല്ലാം തന്നെ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UKയിലല്ലേ ഈ ഒരു നിയമം വന്നിരിക്കുന്നത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം യൂറോപ്യൻ യൂണിയൻ ആണ് ടൈപ്പ് സി പോർട്ട് എല്ലാ ഐഫോൺസിലും വരണം എന്ന് ഒരു കാര്യം പാസ്സാക്കിയതും ഇപ്പോൾ നമ്മൾക്ക് എല്ലാ ഐഫോൺസിലും ടൈപ്പ് സി പോർട്ട് വന്നിരിക്കുന്നതും. which means യൂറോപ്യൻ യൂണിയൻ ഒരു കാര്യം നിർബന്ധിച്ച് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആപ്പിൾ പോലുള്ള കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നും അത് ചെയ്യാതിരിക്കുന്നതാണെന്നും എന്ന് മറ്റ് കൺട്രീസിന് മനസ്സിലാവുകയും ഇതിലൂടെ ഇതേ കൺസേൺ വേറെ കൺട്രീസും റേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഈ ഒരു ആപ്പിളിന്റെ പ്രൈവസി എന്ന് പറഞ്ഞ കാര്യം കളഞ്ഞ് ഗവൺമെന്റ് അതോറിറ്റീസിന് നിങ്ങളുടെ ഡേറ്റയ്ക്കുള്ള ആക്സസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ട്രെൻഡാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും EMIക്ക് പോലും ആൾക്കാർ പോയി ഐഫോണുകൾ വാങ്ങിക്കുന്നത്. ആൻഡ് യെസ്, ഐഫോണുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും അവസാനമായി ഞങ്ങളുടെ ഐഫോണിൽ എന്തില്ലെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ടുമുണ്ട്, അത് പ്രൈവസിയാണ് എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ഈ ഒരു കാര്യം അറിയുക. കാരണം 2025 പ്രൈവസി എന്ന് പറയുന്നത് നിസ്സാരം ഇത്തരത്തിൽ പോകാവുന്ന കാര്യം മാത്രമാണ്. എന്നാൽ ഇത്തരത്തിൽ ഗവൺമെന്റ് നമ്മുടെ ഡേറ്റ ആക്സസ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തുടർച്ചയായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.